ബിഗ് ബോസ് സീസൺ 8 സന്തോഷ് പണ്ഡിതിന്റെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. നല്ല രീതിയിലൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പോകുന്നതിന് മുതൽ തന്നെയാണത്. കാര്യം ബിഗ് ബോസിനോട് വളരെയധികം സിമിലർ ആയിട്ടുള്ള മലയാളി ഹൗസ് എന്ന് പറയുന്ന ഒരു ഷോയിൽ അദ്ദേഹം പങ്കെടുത്തതിന് ശേഷം അദ്ദേഹത്തിന് ഉണ്ടായ ഒരു ഫാൻ ബേസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആ ഒരു സപ്പോർട്ട് ആയിക്കോട്ടെ, നമ്മൾ കണ്ടതാണ്. അത്രയും നാളൊരു വെറുപ്പി എന്നുള്ളൊരു കാറ്റഗറിയിൽ പെട്ടിരുന്ന സന്തോഷ് പണ്ഡിത് വളരെയധികം ഒരു വലിയൊരു ഫാൻ ബേസ് അദ്ദേഹത്തിന് രൂപപ്പെടുകയും, കാര്യം അദ്ദേഹത്തിന്റെ അറിവായിക്കോട്ടെ, മറ്റുള്ളവർക്ക് കൊടുക്കുന്ന റെസ്പെക്ട് ആയിക്കോട്ടെ, സംസാര ശൈലി ആയിക്കോട്ടെ, ഇതെല്ലാം കൊണ്ടും വളരെയധികം ഒരു സ്വാധീനം ചെലുത്താൻ സാധിച്ച ഒരാൾ തന്നെയായിരുന്നു സന്തോഷ് പണ്ഡിത്. സംസാരിക്കേണ്ട സ്ഥലത്ത് നല്ല രീതിയിൽ തന്നെ സംസാരിക്കാൻ അറിയാവുന്ന ഒരാൾ തന്നെയാണ് സന്തോഷ് പണ്ഡിത്. പിന്നെ അടുത്ത ആളെന്ന് പറഞ്ഞാൽ അവന്തിക മോഹനാണ്. ആള് ഏഷ്യാനെറ്റിന്റെ തന്നെ പല സീരിയൽസിലും നമുക്ക് കാണാവുന്ന ഒരു മുഖം തന്നെയാണ്. പിന്നെ അതിന് പുറമെ മോഡലാണ്, ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്. എന്നുള്ള രീതിയിലെല്ലാം നല്ല രീതിയിലൊരു ഫാൻ ബേസും നല്ല രീതിയിൽ ഫോളോവേഴ്സും സപ്പോർട്ടും എല്ലാം ഉള്ള ഒരാൾ തന്നെയാണ് അവന്തിക മോഹൻ. അടുത്ത ആളെന്ന് പറഞ്ഞാൽ അനീഷ് രവിയാണ്. ആളും ഇത്തരത്തിൽ ഏഷ്യാനെറ്റിന്റെ തന്നെ പല സീരിയൽസിലും കണ്ട് പരിചിതമായ ഒരു മുഖം തന്നെയാണ്. പിന്നെ ഹൻസിക കൃഷ്ണകുമാറാണ്. നല്ല രീതിയിൽ ഫോളോവേഴ്സ് ഉള്ള ഒരു ഇൻഫ്ലുവൻസർ തന്നെയാണ്. അടുത്തത് റോഷനാണ്, ദൃശ്യം സിനിമയുടെ വരെ ഭാഗമായിട്ടുള്ള. കാര്യം നമുക്കറിയാവുന്നതാണ്, പല ഫിലിം ആക്ടേഴ്സും അവസരങ്ങൾ കുറയുമ്പോൾ കൂടുതൽ സാധ്യതകൾക്ക് വേണ്ടി ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോംസിലേക്ക് വരികയും അവർ മാക്സിമം ഒരു എഫേർട്ടും അവരൊരു ഓറയും കാര്യങ്ങളും എല്ലാം ഇതിലൂടെ പ്രസന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതും, അതിനുശേഷം പുറത്തിറങ്ങിയ ശേഷം ഒരുപാട് അവസരങ്ങൾ അവരെ തേടി വരുന്നതും, അതിനുശേഷം ഫിലിം ഇൻഡസ്ട്രി ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് പല ഇൻഡസ്ട്രികളിലും തിളങ്ങാനുള്ള ഒരുപാട് അവസരങ്ങൾ ഇവരെ തേടി വരുന്നതും എല്ലാം നമ്മൾ എല്ലാ സീസണിലും കാണാറുള്ള ഒരു കാര്യം തന്നെയാണ്. അടുത്തത് സൗഫിയ സക്കീർ ആണ്. സൂര്യാറ്റിയുടെ പല സീരിയൽസിലും നമ്മൾ കണ്ടു പരിചയമുള്ള ഒരു മുഖം തന്നെയാണ്. പിന്നെ ബിനു അടിമലയാണ്. പല കോമഡി സ്കിറ്റുകളായിക്കോട്ടെ, പല TV ഷോസിലും എല്ലാം നമ്മൾക്ക് വളരെ വർഷങ്ങളായിട്ട് കണ്ട് പരിചയമുള്ള ഒരു മുഖം തന്നെയാണ്. പിന്നെ ജാസിൽ ജാസിയാണ്. ഒരു ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ വളരെയധികം ഫേമസ് ആയിട്ടുള്ള, കേരളത്തിൽ വളരെയധികം ഫേമസ് ആയിട്ടുള്ള, നല്ല രീതിയിൽ ഫോളോവേഴ്സ് എല്ലാം ഉള്ള ഒരാൾ തന്നെയാണ്. അത് ഷാലു പേയാടാണ്. ഫോട്ടോഗ്രാഫറാണ്. അതിന് പുറമെ നല്ല രീതിയിൽ ഫോളോവേഴ്സ് എല്ലാം ഉള്ള ഒരു ഇൻഫ്ലുവൻസർ കൂടിയാണ് അദ്ദേഹം. പിന്നെ കൈലാഷാണ്. ആൾ ഫിലിം ആക്ടറാണ്. ഒരു കാലത്ത് നല്ല രീതിയിൽ ഹിറ്റ് സിനിമകളിലെല്ലാം ഭാഗമായിരുന്ന ഒരു ആക്ടർ തന്നെയാണ് ഇദ്ദേഹം. അടുത്തത് സരംഗി ശ്യാമാണ്. ആളൊരു ഡാൻസറാണ്. അതിന് പുറമെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലും എല്ലാം നല്ല രീതിയിൽ റീച്ചുള്ള ഒരു ആൾ തന്നെയാണ്. പിന്നെ അലിൻ ജോസ് പെരേരയാണ്. സിനിമ റിവ്യൂസിലും മറ്റുമൊക്കെയായി വളരെയധികം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ തിളങ്ങി നിൽക്കുന്ന ഒരു ആൾ തന്നെയാണ്. അടുത്തത് പാർവതി ബാബുവാണ്. ആളും ഒരു ഇൻഫ്ലുവൻസർ ആണ്. അതിന് പുറമെ സെലിബ്രിറ്റി ഇന്റർവ്യൂസും കാര്യങ്ങളും എല്ലാം ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. പിന്നെ ബിനീഷ് ബാസ്റ്റനാണ്. ആള് വർഷങ്ങളായി ഫിലിം ഇൻഡസ്ട്രിയിൽ ഉള്ള ഒരാൾ തന്നെയാണ്. അതായത് ജൂനിയർ ആർട്ടിസ്റ്റായി മറ്റുമെല്ലാം ഒരുപാട് വർഷങ്ങളായി സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ തിളങ്ങി നിൽക്കുന്ന ഒരാൾ തന്നെയാണ്. പിന്നെ അതിനുശേഷം ആൾ സ്റ്റാർ മാജിക് പോലത്തെ പല എന്റർടൈൻമെന്റ് പരിപാടികളുടെയും ഭാഗമാകുകയും അങ്ങനെ നല്ല രീതിയിൽ പ്രേക്ഷക സ്വീകാര്യത പിടിച്ചു പറ്റിയ, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒരു സപ്പോർട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ഫാൻ ബേസ് ഉള്ള ഒരാൾ തന്നെയാണ് ബിനീഷ് ബാസ്റ്റൻ. അടുത്ത അർജു ആണ്. ആളും ഒരു ഇൻഫ്ലുവൻസർ ആണ്. നല്ല രീതിയിൽ റീച്ചും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരാൾ തന്നെയാണ്. ഈ അർജു ആണെങ്കിലും അങ്ങനെ ഒരു ഇൻട്രോവേർട്ട് ആണ്. അങ്ങനെ ബിഗ് ബോസിലൊന്നും ഒരിക്കലും ഉണ്ടാവില്ല, ഭാഗമാവില്ല എന്നൊക്കെ പറഞ്ഞു നടന്നിരുന്ന ഒരാൾ തന്നെയാണ്. അതായത് അഖിൽമാരാണെങ്കിലും ഇത്തരത്തിലുള്ള ഒരു കാര്യം തന്നെ നമുക്ക് കാണാൻ സാധിച്ചതാണ്. കാര്യം ബിഗ് ബോസിലൊന്നും ഒരിക്കലും ഭാഗമാവില്ല, തനിക്കൊട്ടും താല്പര്യമില്ലാത്ത ഒരു പ്ലാറ്റ്ഫോമാണത് എന്നെല്ലാം പറഞ്ഞു നടന്നിരുന്ന ഒരാൾ തന്നെയായിരുന്നു അഖിൽമാരും. എന്നിട്ട് സീസൺ 5 വന്ന് കപ്പടിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ അത്തരത്തിലുള്ളൊരു സാധ്യത അർജുനുണ്ടോ എന്ന് നമ്മൾ എന്തായാലും കണ്ടറിയേണ്ടതാണ്. അടുത്ത ധന്യവർമ്മയാണ്. ആളാണെങ്കിലും ഒരുപാട് സെലിബ്രിറ്റി ഇന്റർവ്യൂസും കാര്യങ്ങളും എല്ലാം ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. പിന്നെ മുകേഷ് എം നായരാണ്. ആളാണെങ്കിലും ഒരു ഇൻഫ്ലുവൻസർ ആണ്. നല്ല രീതിയിൽ റീച്ചും സപ്പോർട്ടും എല്ലാം ഉള്ള ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹം. പിന്നെ എംഫോടെക് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലൂടെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ജിയോ മച്ചാൻ. അടുത്ത സിംഗറായിട്ടുള്ള നജീബ് അർഷാദാണ്. കൂടാതെ ആങ്കർ ആയിട്ടുള്ള രാജ് കലേഷും എന്തായാലും ഈ സീസൺ 8 ഭാഗമായിരിക്കാനുള്ള എല്ലാവിധ സാധ്യതകളും എന്തായാലും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പൊ ഈ പറഞ്ഞ ലിസ്റ്റിനകത്തുള്ള 20 പേരിൽ എന്തായാലും ഒരു വലിയൊരു ശതമാനം ആൾക്കാരെ നമുക്ക് എന്തായാലും സീസൺ 8 പ്രതീക്ഷിക്കാവുന്നതാണ്. കാര്യം ഒരുപാട് ഇത്തരത്തിൽ പുറത്തിറങ്ങുന്ന പ്രൊഡിക്ഷൻ ലിസ്റ്റിലും എല്ലാം നമ്മൾ വളരെയധികം കോമൺ ആയിട്ട് കേൾക്കുന്ന പേരുകൾ മാത്രമാണ് ഫിൽട്ടർ ചെയ്തിട്ട് എന്തായാലും നമ്മൾ ഈ വീഡിയോയിൽ എന്തായാലും അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിനു പുറമെ വേറെ ഏതെങ്കിലും ആൾക്കാരുണ്ടാവാനുള്ള സാധ്യത നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.